നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. ഏത് ട്രെൻഡാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡി ഡെവലപ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡെവലപ്പേഴ്സിന്റെ ട്രെൻഡ്. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ഒരു ഗെയിമിംഗ് നീഷ് എടുക്കുക. ഇപ്പൊ ഗെയിമിംഗ് നീഷ് കണ്ടമാനം വെറൈറ്റി ഉണ്ട്, മീൻസ് നീഷുകളിൽ തന്നെ വെറൈറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ഗെയിമിംഗ് നീഷ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടമാനം ഗെയിംസ്, കണ്ടമാനം ഡെവലപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഡെവലപ്പേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ 2-3 പേര് കൂടിയ ഒരു ബാൻഡ്, അവരാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ബേസിക്കലി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ 10 വർഷം മുമ്പ് ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി പറ്റിയെന്ന് വരില്ല. മീൻസ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നില്ലേ 10 വർഷം മുമ്പ്. ഇപ്പൊ കൊറോണ വൈറസിന് ശേഷം അല്ലെങ്കിൽ കൊറോണ വൈറസിന് ഇൻസിഡന്റ് ശേഷം അല്ലെങ്കിൽ 2-3 വർഷത്തിന്റെ ടൈം സ്പാൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യ ഡെവലപ്പേഴ്സിന്റെ എക്സ്പ്ലോഷൻ. മീൻസ് സത്യത്തിൽ അത്രേ ഉള്ളൂ ബേസിക്കലി കാലാവധി. നിങ്ങൾ അതിന് മുമ്പൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അത്ര കാണാൻ പറ്റില്ല. മനസ്സിലായ? ഇതിന് ഒരു കാരണം വെച്ചാൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ അൺറിയലും അല്ലെങ്കിൽ യൂണിറ്റി പോലത്തെ ഫ്രെയിം വർക്കുകൾ ഗെയിം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാക്കി. അതൊരു കാര്യമാണ് മനസ്സിലാക്കുക. അപ്പൊ പണ്ടത്തെ പോലെ വലിയൊരു ഓർഗനൈസേഷൻ ഒന്നും ആവേണ്ട, അടിപൊളി ഗെയിം ഉണ്ടാക്കുക. ഇപ്പോഴത്തെ ഗെയിമുകളൊക്കെ കാണണം, ഓരോ ഇൻഡിവിജ്വൽ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി അതിമനോഹരമായ ഗെയിമുകളാണ് ബേസിക്കലി. മനസ്സിലാക്കുക. പണ്ട് നിങ്ങൾ 10 വർഷം മുമ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നില്ല, അല്ല 20 വർഷം ഉണ്ടായിരുന്നില്ല. ചിന്തിക്കാൻ കൂടി പറ്റിയെന്ന് വരില്ല പലർക്കും. ഇപ്പോഴോ വെറൈറ്റിയാണ് ബേസിക്കലി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഗെയിമിന്റെ എക്സ്പ്ലോഷനോടൊപ്പം സിനിമയിൽ നിന്ന് ഗെയിമിൽ നിന്ന് മാറുന്ന ഒരു സ്വഭാവം കൂടി മാറിയിട്ടുണ്ട്. മീൻസ് ഇപ്പം ആൾക്കാർ കൂടുതൽ ഗെയിം കളിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം വെച്ചാൽ ഗെയിമുമായി ഇന്ററാക്റ്റീവ് ആണ്. മീൻസ് ഭയങ്കര എക്സ്പീരിയൻസുകൾ, നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടില്ല, ഇന്ററാക്റ്റീവ് അല്ലല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കുന്ന ഫീലിംഗ് ഒന്നും അത് ഉണ്ടാക്കണില്ലല്ലോ. മീൻസ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗെയിമിൽ കൂടെ കടന്നു പോണ മീൻസ് ആ സർക്കംസ്റ്റാൻസസ് ഒന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണല്ലേ. മറ്റ് സിനിമ എന്ന് വെച്ചാൽ വേറെ ആളുടെ പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ വേറെ ആളുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പെർസ്പെക്റ്റീവിൽ. അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമ കാണുന്നത് ബേസിക്കലി. ഗെയിം അങ്ങനെയല്ല. ഇപ്പൊ ഇന്ത്യ ഡെവലപ്പേഴ്സ് കണ്ടമാനം ഗെയിംസ് ഉണ്ടാക്കണ കാരണം പലവർക്കും പല ഗെയിമുകളാണ് ഇഷ്ടപ്പെടുക, അവരുടെ ടേസ്റ്റിനനുസരിച്ച് പാലറ്റിനനുസരിച്ചിട്ട് ഉള്ള ഗെയിംസുകൾ. പിന്നെ അത് മാത്രമല്ല, കോമ്പറ്റീഷനൊന്നും അല്ല ബേസിക്കലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. മീൻസ് ഇവർ വെർട്ടിക്കൽസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത കാരണം കൊണ്ട് എല്ലാവർക്കും പല ഗെയിംസുകളിലും കയറി കളിക്കാം. പക്ഷെ ഒരു ഗെയിം വേറെ ഗെയിമുമാര് വ്യത്യാസമായിരിക്കും ബേസിക്കലി. സെയിം ഷോണ്ടർ ആണെങ്കിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും ബേസിക്കലി. അപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കേണ്ട ആവശ്യമില്ല, വെർട്ടിക്കൽസിലാണ് അവർ ഡീൽ ചെയ്യുന്ന കാരണം. മനസ്സിലായ? അപ്പോൾ അവർക്കൊക്കെ നല്ല നല്ല ഗെയിമുകൾ കളിക്കാം, ഇഷ്ടമെങ്കിൽ കളിക്കാം. ഒരു സപ്പോർട്ട് ചെയ്യലുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഗെയിംസുകളൊക്കെ. ചില ഗെയിംസിനൊക്കെ 16-15 ലക്ഷം രൂപയ്ക്കാണ് ഒരു മാസം സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്നത് ഈ ഡെവലപ്പേഴ്സിന്. അവർ നല്ല ഗെയിമൊക്കെ ആണെങ്കിൽ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ. മനസ്സിലായ? പലർക്കും പലതാ തോന്നാം, പക്ഷെ അവർക്ക് ഇഷ്ടമായെന്ന് തോന്നിയിട്ടുള്ള ഗെയിംസുകൾക്കൊക്കെ അവർ നല്ല സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ 10 വർഷം മുമ്പ് നിങ്ങൾ പോൺ ഗെയിംസ് എടുത്തൊക്കെ. പോൺ ഗെയിംസ് ഒരു ഇതാട്ടോ, ഒരു നീഷല്ലേ. ആ പോൺ ഗെയിംസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അത്ര വെറൈറ്റി പോൺ ഗെയിംസുകളൊന്നും ഉണ്ടാവില്ല 10 വർഷം മുമ്പ്. 20 വർഷം മുമ്പ് വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല, കുറവായിരിക്കും. വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെറിയൊരു കാറ്റലോഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എക്സ്പ്ലോഷനാണ് പോൺ ഗെയിംസിൽ തന്നെ. ആൾക്കാർ സിനിമ കാണുന്നത് നിർത്തിയിട്ട് ഇപ്പൊ പോൺ ഗെയിംസിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഗെയിംസ് നിർത്തിയിട്ട്. കാരണം പോൺ ഗെയിംസിൽ ഇന്ററാക്റ്റീവ്നെസ് ഉണ്ട്. പിന്നെ സുഖം തേടി പോണ ആൾക്കാർക്ക് അത് മതിയാവും ഇതുകൊണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സമയം പോയി പോൺ ഗെയിം കളിച്ചാൽ മതിയില്ലേ. പോൺ വീഡിയോസ് പോൺ ഗെയിംസിൽ ഒരു എവല്യൂഷൻ കാണുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോൺ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇന്ററാക്റ്റീവ് അല്ലേ. മീൻസ് അത്ര ഇന്ററാക്റ്റീവ് അല്ല, മാത്രമല്ല നമുക്ക് ഒരുവിധം പാറ്റേൺസ് ഒക്കെ ഇല്ലേ, ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റണതൊക്കെ നമ്മള് പിന്നെ അവരുടെ സിനാരിയോസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ബേസിക്കലി ഒരു ആൾക്കാർക്കൊക്കെ. പിന്നെ അവർക്ക് അധികം സുഖം കിട്ടണില്ല, മീൻസ് പാറ്റേൺസ് മനസ്സിലാക്കി കാരണം കുറെയൊക്കെ. മീൻസ് 10 വർഷം മുമ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 4K ഉണ്ടാവും തോന്നുന്നില്ലേ, 2K 1080p 720p ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒരു ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു ബേസിക്കലി. പിന്നെ
അവർക്ക് നേരിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നേരിട്ടുള്ള ഫീലിംഗ് ഇല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ആ മെയിൻ ക്യാരക്ടർ എന്നുള്ള ഒരു ഫീലിംഗ് അവിടെ വരുന്നില്ല. പക്ഷെ പോൺ ഗെയിംസിൽ അതൊക്കെ കൊണ്ടുണ്ട് ബേസിക്കലി. അപ്പൊ ആൾക്കാര് പോൺ ഗെയിംസിലേക്ക് മാറാൻ ചാൻസ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചോയ്സ് ബേസ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് പോൺ ഗെയിംസുകളൊക്കെ ഉണ്ടാവും, പല വെറൈറ്റി പോൺ ഗെയിംസുകളാണ്. അപ്പൊ അവര് അതിലേക്കൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ട്. മീൻസ് നമ്മളെത്ര മോശമെന്ന് പറഞ്ഞാൽ മീൻസ് ഒരു മോറൽ സെൻസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പോൺ ഗെയിംസ് മോശം എന്ന് പറയാൻ നോക്കുക, അല്ലെങ്കിൽ പോൺ തന്നെ മോശം എന്ന് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മോശം കാഴ്ചപ്പാടുണ്ടാക്കി തരാമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. പോൺ ഗെയിംസ് കളിക്കണോ, പോൺ വീഡിയോസ് കാണണം ഒക്കെ. പക്ഷെ എന്തായാലും ശരി, ആൾക്കാര് പോൺ ഗെയിംസിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പോൺ ഗെയിംസിന്റെ എക്സ്പോഷർ ഇപ്പോൾ കണ്ട് പല വെറൈറ്റി പോൺ ഗെയിംസ് ആണ്. ഇതിന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് കേട്ടോ, ഒരു വിഷമില്ലാതെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. സമയം പോകാനൊക്കെ പോൺ ഗെയിംസാണ് നല്ലത്. ഈ ഇൻഡിവിജ്വലിസ്റ്റിക് ലോകത്ത്, ബേസിക്കലി ഈ ദിവസം കൊണ്ടു നടക്കുന്ന ലോകത്ത് ഈ ഗെയിംസുകളൊക്കെ വൺ സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ പോൺ ഗെയിംസ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ 10 വർഷത്തിന്റെ കാലാവധി എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിരിക്കും അതിന്റെ ഏറ്റവും വലിയ മീൻസ് എക്സ്പോണൻഷ്യൽ റൈസ്. ആ ട്രെൻഡ് പറക്കണത് ആ സമയത്താണ്, മീൻസ് ആ ട്രെൻഡ് കയറി വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മൂവീസിൽ നിന്ന് പോൺ ഗെയിംസിലേക്ക് മാറണം. പോൺ മൂവീസിൽ നിന്ന് കൂടുതൽ വെറൈറ്റി അവിടെ പ്രതീക്ഷിക്കാം ബേസിക്കലി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമിഫിക്കേഷൻ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഗെയിമിഫിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യം എടുത്തോ അതിൽ ഗെയിമിഫിക്കേഷൻ ഉണ്ടാവും. വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് പോൺ ഗെയിംസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിയൽ വേൾഡ് സിനാരിയോസിലുള്ള റിയൽ വേൾഡ് അപ്ലിക്കേഷൻസിന്റെ മുകളിൽ ഗെയിമിഫിക്കേഷൻ ഉണ്ട്, നടക്കുന്നുണ്ട്. ഗെയിമിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗെയിമാക്കി മാറ്റാം. മീൻസ് ഇൻസെന്റീവ് സിസ്റ്റംസ് ഒക്കെ അതിൽ വെക്കുക, പ്ലസ് അത് ഗെയിം ലൈക്ക് ഫീലിംഗ് അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവർ എപ്പോഴും ആ ഗെയിം കളിക്കുന്ന പോലെ തന്നെ റിവാർഡ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഗെയിമിന് ആ റിവാർഡ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഗെയിം ഭയങ്കര നന്നായിട്ട് കളിക്കും ബേസിക്കലി. അപ്പോൾ നമ്മളെന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെൻറ്റീവ്സ് ക്രോസ് ചെയ്യാൻ, അല്ലെങ്കിൽ പോൺ ഗെയിംസ് ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഗെയിമിഫിക്കേഷൻ അല്ലെങ്കിൽ അവരെ ഇരുന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഡിസൈൻ സ്ട്രക്ചറാണ് അവർ അതിൽ വെച്ചേക്കുന്നത് ബേസിക്കലി. അത് എല്ലാ ആപ്ലിക്കേഷനിലും ഉണ്ട്. പോൺ ഗെയിംസ് അല്ല, ഗെയിംസ് അല്ല, എല്ലാ നീഷകളിലും അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ബേസിക്കലി അവരെ കളിപ്പിക്കാൻ, ബേസിക്കലി എൻഗേജ്മെന്റ് കൂട്ടാൻ, കൂടുതൽ എൻഗേജിങ് ആക്കാൻ ബേസിക്കലി. അപ്പോൾ ഗെയിമിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമാണ്. പിന്നെ വേറെ പ്രശ്നം ഇവർ നേരിടുന്നത് ബേസിക്കലി പോൺ ഗെയിംസും അല്ലെങ്കിൽ പോൺ വീഡിയോസ് നേരിടുന്നത്. പോൺ വീഡിയോസിന് വലിയ രീതിയിൽ കച്ചവടം പോവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസ്റ്ററും വിസ ഒക്കെ എടുത്ത് കളഞ്ഞു ബേസിക്കലി. മാസ്റ്റർ കാർഡ്, വിസ കാർഡൊക്കെ ഇല്ലേ, മാസ്റ്റർ പേയ്മെന്റ് പ്രോസസ്സിംഗ് പേയ്മെന്റ് നെറ്റ്വർക്ക്സ്, അവര് ഇതിൽ നിന്ന് പിന്മാറി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്രിസ്ത്യാനിറ്റി പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്, ക്രിസ്ത്യൻ ബിലീഫ്സ് ഒക്കെ ഉള്ള ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ഉള്ള ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവർ അവരുടെ സർവീസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. എവിടെ? പോൺ വെബ്സൈറ്റുകളിൽ. പോൺ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ മാസ്റ്റർ കാർഡ്, വിസ കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പോൺ വെബ്സൈറ്റ് അല്ലെങ്കിൽ ലൈക്ക് ബ്രേസേഴ്സ് അല്ലെങ്കിൽ നോട്ടി അമേരിക്കയിലൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കാശ് കൊടുക്കണം. ആ കാശ് ഇനി കൊടുക്കാൻ പറ്റില്ല, ഇവര് അനുവദിക്കില്ല. മീൻസ് അവരുടെ സർവീസ് വഴി അല്ലെങ്കിൽ അവരുടെ സർവീസ് ഉപയോഗിച്ചിട്ട്, നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ വീഡിയോസ് വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ആക്സസ് പോയി, വലിയൊരു ആക്സസ് പോയി. അപ്പൊ വലിയൊരു റവന്യൂ അവരെ പോയി, ഇവർ രണ്ടുപേരും പിൻവലിഞ്ഞപ്പോ. പക്ഷെ ക്രിപ്റ്റോസ് ഐ ഡി കൂടെ കയറി വരുന്നുണ്ട്. ക്രിപ്റ്റോസ് ഐ ഡി കൂടെ കയറി വരുന്ന കാരണം നിങ്ങൾക്ക് ബിറ്റ്കോയിനോ അല്ലെങ്കിൽ അതുപോലത്തെ കറൻസികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ പോൺ ഗെയിംസുകളും വാങ്ങാം. അപ്പൊ ഇത് കത്തിക്കൊണ്ടിരിക്കുക ബേസിക്കലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ ആണ് സപ്ലിമെന്റ് ചെയ്യണത്. പക്ഷെ ക്രിപ്റ്റോ ഉപയോഗിക്കുന്ന അധികം ആൾക്കാരില്ല. മെയിൻ സ്ട്രീം ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കും. അതുകൊണ്ട് ഇത് നീഷായി മാറി. അതൊരു വേറെ പ്രശ്നമാണ്. പണ്ടൊരു മെയിൻ സ്ട്രീം പോലെയായിരുന്നു, ഇപ്പൊ നീഷായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ശരി, ഈ ക്രിപ്റ്റോ കാരണം കൊണ്ട് അത് വീണ്ടും കത്തി കയറി മെയിൻ സ്ട്രീമിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട്. ക്രിപ്റ്റോ മെയിൻ സ്ട്രീം ഓപ്ഷൻ വരുമ്പോൾ മനസ്സിലാക്കുക ബേസിക്കലി. പക്ഷെ പോൺ ഗെയിംസ് ഫ്രീ ആയിട്ട് കളിക്കുന്നവർ കളിക്കും. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം യൂസേഴ്സിന്റെ കാര്യമാണ്. മിക്ക ആൾക്കാരും പോൺ കാണുന്നത് ഇതുകൊണ്ടല്ലോ. മീൻസ് നമ്മൾ മാസ്റ്റർ കാർഡ്, വിസ കാർഡൊക്കെ വെച്ചിട്ട് വാങ്ങില്ല ബേസിക്കലി ഒരു പ്രൊഡക്റ്റ് അവരുടെ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വാങ്ങും. ഇല്ലില്ല, നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ ആണെങ്കിൽ നമ്മൾ കാണുള്ളൂ. കാശ് കളഞ്ഞിട്ടുള്ള പരിപാടികളില്ല, മനസ്സിലായ.
അങ്ങനെയാണ് ഞാൻ മിക്ക ആൾക്കാരെ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര വലിയ വെറൈറ്റിയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഗെയിമിംഗ് ലോകത്ത്, ഈ പോൺ ഗെയിംസും ഗെയിമിംഗ് ലോകത്തും. അപ്പൊ എന്നിട്ട് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇനി ഭാവിയിൽ ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികൾ ചുരുങ്ങിയിട്ട് ചെറിയ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികളൊക്കെ ചുരുങ്ങിയിട്ട് ചെറിയ കമ്പനികളോ അല്ലെങ്കിൽ കുറെ ഇൻഡിപെൻഡന്റ് ഡെവലപ്പേഴ്സ് കൂടി ഡെവലപ്പ് ചെയ്യും. ബേസിക്കലി മീൻസ് ഇൻഡിവിജ്വൽ ഡെവലപ്പേഴ്സ് ഒക്കെ കൂടിയിട്ട് ഗെയിംസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തേക്ക് നമ്മൾ നീങ്ങണത്. മനസ്സിലായ? അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. പിന്നെ വലിയ വലിയ മാസ് ഫോളോയിങ് ഉള്ള ചാനൽസൊക്കെ ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഈ വലിയ വലിയ ചാനലുകളൊക്കെ ചുരുങ്ങും. ബേസിക്കലി ചുരുങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ കാണപ്പെടുന്ന ചാനലുകളിലൊക്കെ ചിലപ്പം ഒരു 5000, 10000 അല്ലെങ്കിൽ 1,00,000 മാക്സിമം 80,000 ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചാനലുകളുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എൻഗേജ്മെന്റ് കൂട്ടാന്നാണ്. ബേസിക്കലി അത് യൂസേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ വ്യൂവേഴ്സും അവരായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അത് ചെറിയ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകൾക്ക് പെട്ടെന്ന് പറ്റും. മനസ്സിലാക്കാം. അപ്പൊ ചെറിയ ചാനലുകളായിരിക്കും കൂടുതൽ, കാരണം അവർ ഹൈ എൻഗേജിങ് ആയിരിക്കും, ഇന്ററാക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടും. ബേസിക്കലി ഈ പാരസോഷ്യൽ എലമെന്റ് അവിടെ നിന്ന് പോവാണ്. അപ്പൊ രണ്ടുപേർക്കും നല്ല കണക്ടിവിറ്റി ഉള്ള കാരണം ഒരാൾക്ക് അറിവുണ്ട്, ആ അറിവ് ആടിയുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം കാണുന്നവർക്ക്. അപ്പൊ രണ്ടുപേർക്കും ഒരു നല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ബൈ ഡയറക്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഫ്ലോ ഉണ്ട്. അതാണ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബേസിക്കലി. അല്ലാണ്ട് ഇപ്പൊ കാണുന്ന പോലെ ഒരാള് ദൈവം, അയാൾ പറയും നമ്മൾ കേട്ടിരിക്കും, അയാൾ ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പറ്റില്ല, അയാൾക്കല്ല പവർ. അങ്ങനെയല്ല ഭാവിയിൽ ബൈ ഡയറക്ഷനിലായിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു കൂട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറ്റണം ബേസിക്കലി. എന്നാലും ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഭാവിയിൽ ചെറിയ ബാൻഡുകളാണ് ഉണ്ടാവുക. ആ ബാൻഡുകളായിരിക്കും സൊഫിസ്റ്റിക്കേറ്റഡ് ആയി ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ബാൻഡുകൾ ആയതുകൊണ്ട് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരിക്കും, കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് ആയിരിക്കും. ബേസിക്കലി അങ്ങനത്തെ ബാൻഡുകളാണ് സർവൈവ് ചെയ്യുള്ളൂ. ഇപ്പൊ നിലനിൽക്കുന്നത് കോർപ്പോ എന്ന് പറഞ്ഞ ഐഡിയ ആണ്. ബേസിക്കലി കോർപ്പറേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റർ, കോർപ്പോ എന്ന് പറഞ്ഞാൽ കോർണർ സെൻറ്റർ. ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ താൽക്കാലിക ജീവിക്കുന്നത്. ഇത് കോഓപ്പറേറ്റീവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കോപ്പ് സഹകരിച്ചിട്ട് നീങ്ങാന്നുള്ള ഒരു മോഡലിലേക്കാണ് നമ്മൾ ഭാവിയിൽ നീങ്ങാം. ബേസിക്കലി കോപ്പ് അങ്ങനത്തെ സിസ്റ്റംസ് ആയിരിക്കും ഭാവിയിൽ പ്രൊമിനൻ്റ് ആവുക. ഇപ്പോഴും ഈ ഇൻഡി ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഗെയിംസ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ബാനറിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓർഡർന്ന് വെച്ചാൽ അവർ കോർപ്പോയുടെ ബാനറില്ല. ബേസിക്കലി കോർപ്പോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ എൻറ്റിറ്റി ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയോ 2 വ്യക്തിയോ അവരായിരിക്കും മെയിൻ ഫോക്കസ്. അപ്പോൾ സെൻട്രലൈസേഷൻ ഉണ്ട് ഇവിടെ. ശരിക്കും കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് അല്ല. ഭാവിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽ ഡെവലപ്പേഴ്സ് ആണെങ്കിൽ സിംഗിൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ സിംഗിൾ ഇൻഡിവിജ്വൽ, അയാളായിരിക്കും ഇൻഡി ഡെവലപ്പർ. അതും അയാളുടെ കമ്മ്യൂണിറ്റി, അതിൽ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ അയാളോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അവരൊക്കെ ഉണ്ടാവില്ല. പിന്നെ അയാളുടെ സാധനം കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഗുണകരമായ ഒരു ഡിസൈൻ ആയിരിക്കും അതിലുണ്ടാവുക ബേസിക്കലി എല്ലാവർക്കും. അപ്പോൾ എല്ലാവരുടെ വളർച്ചയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് ആയിരിക്കും ബേസിക്കലി. മനസ്സിലായ? പക്ഷെ ഇപ്പോഴും പഴയ ആൾക്കാരുടെ ഇപ്പം മില്ലിയനിയൽസ്, അവരുടെ ചിന്താഗതി ഇപ്പോഴും സെൻട്രലൈസേഷൻ ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിന്താഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ പോയിന്റ് ഉണ്ട്. അവരാണ് ആ സെൻട്രൽ പോയിന്റിൽ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കോർപ്പോയുടെ മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. കാരണം അത് ലാസ്റ്റ് കാലഘട്ടമാണ് ഇങ്ങനത്തെ ജന്തുക്കളുടെ. ഇതാണ് ഏറ്റവും ലാസ്റ്റ് കാലഘട്ടം. മീൻസ് ലേറ്റ് മില്ലിയനിയൽസ് ആണ് ആ ആശയത്തിന്റെ അവസാന കാലഘട്ടം. കാരണം മില്ലിയനിയൽസ് കഴിഞ്ഞ് ജെൻസി ഉണ്ട്, പിന്നെ ജെൻ ആൽഫ, അവരൊക്കെ കോർപ്പറേറ്റീവ് കാലഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അവർ സോഷ്യലിസ്റ്റിക് ആണ് മൈൻഡ് സെറ്റ് ഫണ്ടമെന്റലി കുറച്ചും കൂടി. പിന്നെ അവർ ക്യാപിറ്റലിസ്റ്റ് മൈൻഡ്സ് നീങ്ങിക്കൊണ്ടിരിക്കുക. അവര് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൺട്രോൾ അല്ല ഉദ്ദേശിക്കുന്നത്. അവർ സഹകരിച്ചിട്ട് ചെറിയ ബാൻഡുകൾ സഹകരിച്ച് മുന്നോട്ട് നീങ്ങുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ കാണുന്നത്. മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ. ഇപ്പൊ പോൺ ഗെയിംസിന്റെ വെറൈറ്റി വരുന്നത്, പോൺ ഗെയിംസിൽ ആൾക്കാർ കളിച്ചോണ്ടിരിക്കുക വെറൈറ്റി പോൺ ഗെയിംസ് ഞാൻ കാണുന്നത് കൂടുതൽ. എനിക്ക് പോൺ ഗെയിംസ് കളിക്കാൻ കൂടുതൽ ചാൻസ് പ്ലഷർ സീക്കിങ് ആൾക്കാരാണ്. അപ്പൊ കൂടുതൽ ഷാലോ മൈൻഡഡ് ആയിട്ടുള്ള ബൾക്ക് കണ്ടമാനുണ്ടല്ലോ ബേസിക്കലി. അവർക്കൊക്കെ
ഒരു അർത്ഥമില്ലെങ്കിലും കുഴപ്പമില്ല. ബേസിക്കലി ഫോൺ ഗെയിം കളിച്ച് സന്തോഷം കിട്ടും, അവരതാ കളിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ പിന്നെ ഇത് മടുക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ ഗെയിംസിൽ നിന്ന് അവർ റിസീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ റിസീവ് ചെയ്യില്ല. ആൺകുട്ടികളാണെങ്കിൽ വീണ്ടും വീണ്ടും ഇത് വീണ്ടും കളിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ബേസിക്കലി. പിന്നെ പെൺകുട്ടികളുണ്ടാവും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ മടുക്കാനുള്ള സാധ്യതകളുണ്ടാവും. എന്നിട്ട് വേറെ എന്തെങ്കിലും പിന്നെ ഫോണും വേണ്ട സിനിമയും വേണ്ട എന്നുള്ള രീതിയിൽ മാറാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡീസെൻസിറ്റീവൈസ്ഡ് ആവും. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. പിന്നെ അവരുടെ ക്യൂരിയോസിറ്റി എന്താണ് അതിന് തേടിപ്പോയിക്കോളും ബേസിക്കലി. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ട് വല്ലയിടത്ത് ഇരുന്ന് ചിലപ്പോൾ മരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു ബേസിക്കലി. അങ്ങനെയാവാം. അല്ലെങ്കിൽ വേറെ ആഗ്രഹങ്ങളുണ്ടാവും, വേറെ ഹാബിറ്റ്സുകളുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഹോബികളുണ്ടാവും. അത് ചെയ്ത് അവർ ജീവിക്കും. എന്തായാലും ശരി, ഈ പുതിയ കാലഘട്ടം അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ഫ്രീഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയൊന്നും ആൾക്കാരൊന്നും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല ഈ കാലഘട്ടത്തിൽ. മനസ്സിലായ? പിന്നെ കാശുണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനവധി മാർഗങ്ങളും ഉണ്ട് കാശുണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണത്. മനസ്സിലായ? ഇനി ഒരു ജനറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ജനറേഷന് മുമ്പത്തെ ജനറേഷൻ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ജനറേഷനാണ് അവസാനത്തെ ജനറേഷൻ തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോറൽ പോളിസിങ് മാത്രമല്ല ഈ ചിട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി വരാൻ പോണ ജനറേഷനിൽ അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ. ലിബറലായിട്ടും പ്രോഗ്രസീവായിട്ടുള്ള ജനറേഷനാണെന്ന് തോന്നുന്നു ഇനി വരാൻ പോണത്. മീൻസ് ഭയങ്കര എക്സ്ട്രീം പ്രോഗ്രസീവ്നെസ്സിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിരിക്കും ലോകം. മനസ്സിലായ? അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വല്ല പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് അടിക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾക്ക് വല്ല പ്രശ്നം തോന്നി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണ്ട. താങ്ക് യു. ഹാവ് എ നൈസ്